definite integral substitution method വരുന്ന പ്രോബ്ലംസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതേമാതിരി ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അത് എങ്ങനെയെന്നുള്ളത് രണ്ട് ടൈപ്പാണുള്ളത്. രണ്ട് ടൈപ്പ് ഏതാ ടൈപ്പ് വിച്ച് ടൈപ്പ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു യു അത് അഡോപ്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണ് രണ്ട് ടൈപ്പും വെച്ചിട്ട് ഇത് ചെയ്യാവുന്നത്. അതായത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്താണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ വരുന്ന മാറ്റം. കൺസിഡർ ഇൻ്റഗ്രൽ 0 to 1 tan inverse x by 1 plus x square into dx. Type 1 അതായത് ഒരു മെത്തേഡ് പറയുന്നത് കൺസിഡർ ദ ഇൻ്റഗ്രൽ tan inverse x by 1 plus x square into dx without the limits. ഇനി നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അറിയാം tan inverse എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. അതുകൊണ്ട് tan inverse എക്സിന് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. Differentiate 1 by 1 plus x square is into dx is equal to du. Coming back to the integral tan inverse x u ആണ്, dx by 1 plus x square എന്ന് പറയുന്നത് du ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u square by 2 plus c എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഒരു യുണീക്ക് വാല്യൂ ആണ്. ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുന്നത് വേരിയബിളിനാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പ്ലസ് സി എന്നുള്ളത് എഴുതേണ്ട ആവശ്യമില്ല. സോ യു സ്ക്വയർ ബൈ 2 ആൻഡ് വാട്ട് ഈസ് യു എന്നുള്ളതിന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാട്ട് ഈസ് യു ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ്. സോ ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ് ഇൻ്റഗ്രൽ വാല്യൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റഗ്രേഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ യു എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ എക്സ് ഏതാണോ വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ തന്നിരിക്കുന്നത് അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം എഴുതി വയ്ക്കാൻ. നൗ ഗോയിങ് ബാക്ക് ടു ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്നുള്ളതാണ്. Now give the limits within the limits 0 to 1. ഇനി ചെയ്യാവുന്നത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് 1 the whole square minus tan ഇൻവേഴ്സ് 0 the whole square whole divided by 2. tan ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് pi by 4 ആണ്. So pi by 4 whole square minus 0 by 2 or it is pi square by 32 is the answer. Pi by 4 square എന്ന് പറയുന്നത് pi square by 16 comes down 16 into 2 32. So pi square by 32 എന്നുള്ളതാണ് യൂണിക് വാല്യൂ വരുന്നത്. സോ ഇവിടെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ the new variable is converted into the existing variable of integration. ഏത് വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ആണോ ചോദ്യം അതിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സെയിം പ്രോബ്ലം ലെറ്റ് us do by another way. ടൈപ്പ് മെത്തേഡ് 2 എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ലെറ്റ് us consider integral tan inverse x by 1 plus x square into dx. ഇൻ്റഗ്രൽ തനിയെ കൺസിഡർ ചെയ്യുക. ഇവിടെ അറിയാം ടാൻ ഇൻവേഴ്സ് എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു യു. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇൻ്റഗ്രൽ നമ്മൾ പുതിയ വേരിയബിളിലേക്ക് കൊണ്ടുവരികയാണ്. യു എക്സ് എന്നുള്ളത് യു എന്നുള്ള വേരിയബിൾ ആക്കുമ്പോൾ കറസ്പോണ്ടിങ് ലിമിറ്റ് ചേഞ്ച് ചെയ്യുക. എക്സ് വാരീസ് ഫ്രം 0 to 1 ആണ്. എക്സ് വാരീസ് ഫ്രം 0 to 1 ആണ്. സോ യു എന്നുള്ള വേരിയബിൾ എങ്ങനെയാണ് കറസ്പോണ്ടിങ് ചേഞ്ച് വരണേ എന്ന് നോക്കാം. യു എന്നുള്ളത് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ്. സോ വെൻ എക്സ് ഇസ് 0 ആവുമ്പോൾ യു ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 0 വിച്ച് ഈസ് 0. എക്സ് ലോവർ ലിമിറ്റ് 0 ആയിരിക്കുമ്പോൾ യു എന്നുള്ളതും ലോവർ ലിമിറ്റ് 0 ആയി കിട്ടി. ലെറ്റ് us take x is equal to 1. എക്സ് അപ്പർ ലിമിറ്റ് 1 ആണ്. വെൻ എക്സ് ഈസ് 1 യു എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് 1 വിച്ച് ഈസ് പൈ ബൈ 4. സോ ശ്രദ്ധിക്കേണ്ടത് എക്സ് വേരീസ് ഫ്രം 0 to 1 എന്നുള്ളത് ന്യൂ വേരിയബിളിലേക്ക് ആവുമ്പോൾ ഇറ്റ് വേരീസ് ഫ്രം 0 to പൈ ബൈ 4. ലോവർ ലിമിറ്റിൻ്റെ സ്ഥാനത്ത് 0, അപ്പർ ലിമിറ്റിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 4 ആണ് കറസ്പോണ്ടിങ് ചേഞ്ച്. നൗ ആസ് യൂഷ്വൽ ഇനി
ഡിഫറൻഷ്യേറ്റ് ചെയ്യുക 1 by 1 plus x square into dx is equal to du എന്ന് വരും. Therefore, coming back to the integral 0 to 1 എന്നുള്ളത് 0 to pi by 4 ആണ് corresponding change and tan inverse x is u dx by 1 plus x square എന്ന് പറയുന്നത് du ആണ്. Now directly integrate ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ എക്സിലേക്ക് റീകൺവേർട്ട് ചെയ്യണ്ട. അതാണ് ഈ മെത്തേഡിലെ ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റ് കറസ്പോണ്ടിംഗ്ലി മാറ്റണം. അതാണ് ചേഞ്ച് പറയുന്നത്. സോ നൗ ഡയറക്ട്ലി ഇൻറ്റഗ്രേറ്റിംഗ് ഇൻറ്റഗ്രൽ യു എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ 2 ആണ് വിത്തിൻ ദ ലിമിറ്റ്സ് 0 to pi by 4. നൗ ഗിവ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് pi by 4 the whole square minus 0 square by 2 or it is pi square by 16 into 2 32 which is the same answer. Pi square by 32 എന്നുള്ളത് same answer. അപ്പോൾ type 1 type 2 ഉണ്ട്. So type 2 മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ടത് ന്യൂ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിംഗ്ലി ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. അതിനനുസരിച്ച് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എങ്ങനെയാണ് വാരി ചെയ്യണമെന്ന് നോക്കിയിട്ട് ഡയറക്ട്ലി യു ക്യാൻ ഗോ ഫോർ ദ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ന്യൂ വേരിയബിൾ. വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലെ പ്രോബ്ലംസ് നോക്കാം. ഇൻറ്റഗ്രൽ -1 to 1 5x raised to 4 root x raised to 5 plus 1 into dx. ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് x raised to 5 ഡെറിവേറ്റീവ് 5x raised to 4 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എക്സ് റേസ് ടു 5 plus 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ കൺസിഡർ ദ ഇൻറ്റഗ്രൽ 5x raised to 4 root x raised to 5 plus 1 into dx. Put x raised to 5 plus 1 as u. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുന്നതും ഉടനെ ലിമിറ്റ് മാറ്റണം. സോ വെൻ x is equal to -1 u equal to -1 raised to 5 x is -1 to the power 5 plus 1. So -1 raised to 5 എന്ന് പറയുന്നത് 5 odd ആണ്. Odd means negative. So -1 plus 1 which is 0. Next, when x is equal to 1, u is equal to 1 raised to 5 plus 1. 1 raised to 5 is 1. 1 plus 1 is equal to 2. അപ്പോൾ -1 to 1 എന്നുള്ള ലിമിറ്റ് എക്സ് വാരി ചെയ്യുന്നത് -1 to 1 ആണ്. സോ കമ്മിങ് ടു ന്യൂ വേരിയബിൾ യു എന്നുള്ളത് വാരി ചെയ്യുന്നത് 0 to 2 ആണ്. സോ ഫൈനലായിട്ട് നമുക്ക് ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് -1 to 1 0 to 2 എന്ന് ലിമിറ്റ്സ് കൊടുക്കാം. നൗ ബിഫോർ ദാറ്റ് സോ ഡിഫറൻഷിയേറ്റിംഗ് 5x raised to 4 dx is equal to du. 5 into x raised to 4 dx equal to du. So going back to the integral എങ്ങനെ ലിമിറ്റ് കൊടുക്കാം? ഇൻറ്റഗ്രൽ ന്യൂ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 2 ആണ് ആൻഡ് 5x raised to 4 dx എന്ന് പറയുന്നത് du ആണ് ആൻഡ് റിമൈനിങ് റൂട്ട് ഓഫ് u du. നൗ എക്സ് എന്നുള്ള വേരിയബിളിലോടുത്ത് നമ്മൾ ന്യൂ ഫംഗ്ഷൻ കൊണ്ടുവന്നു, ന്യൂ വേരിയബിൾ കൊണ്ടുവന്നു വിച്ച് ഈസ് ഇൻ ടേംസ് ഓഫ് u ആൻഡ് ദ ലിമിറ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. ഇനി ഇതാണ് പ്രോബ്ലം. ഇത് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുക, അല്ലാതെ യുവിനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. കാരണം നമ്മൾ ഇവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നൗ റൂട്ട് യു ഈസ് യു റേസ് ടു ഹാഫ് du വിത്തിൻ ദ ലിമിറ്റ് 0 to 2. യു റേസ് ടു ഹാഫ് ഇൻറ്റഗ്രേറ്റിംഗ് u raised to half plus 1 3 by 2 by 3 by 2 within the limit 0 to 2 or it is 2 by 3 u raised to 3 by 2 within the limit 0 to 2. Now give upper limit minus lower limit. So 2 by 3 into 2 raised to 3 by 2 minus 0 raised to 3 by 2 or it is 2 by 3 into 2 raised to 3 by 2 0. മറ്റേ 0 raised to 3 by 2 0 ആണ്. 2 raised to 3 by 2 എന്നുള്ളത് 2 by 3 into 2 cube whole raised to half. 2 cube 8 ആണ്. 8 raised to half എന്ന് പറയുന്നത് root 8 ആണ്. So we can rewrite this as 2 by 3 into root 8 or 2 by 3 into 2 root 2 which is 4 root 2 by 3 എന്നുള്ളതാണ് യൂണിക് വാല്യൂ. റൂട്ട് 8 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 into 2 which is 2 root 2 വരും. 2 root 2 into 2 4 root 2 by 3 is the unique value.
0 to 1 x by x square plus 1 into dx. Integrate ചെയ്യാനായിട്ട് നമുക്കറിയാം ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആണ്. സോ പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ആസ് യു. സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ലിമിറ്റ് ചേഞ്ച് ചെയ്യണം. സോ വെൻ എക്സ് ഈസ് 0 u is equal to 0 plus 1 1. When x is 1 u is equal to 1 plus 1 which is 2. So new limit എന്ന് പറയുന്നത് 0 to 1 എന്നുള്ളടത്ത് 1 to 2 ആണ് ലിമിറ്റ്സ്. Now differentiating 2x dx is equal to du. So going back to the integral 0 to 1 എന്നുള്ളത് 1 to 2 ആണ്. And x dx എന്ന് പറയുന്നത് du by 2 by u ആണ്. Integrating 1 by 2 log u within the limits 1 to 2. ഇവിടെ u substitute ചെയ്യേണ്ടതില്ല, ശ്രദ്ധിക്കണം. Because we have changed the limits. So integrating with respect to u as the variable. So 1 by 2 log u within the limits 1 to 2. So half into log 2 minus log 1, or it is half into log 2 which is the required answer. കാരണം log 1 value 0 ആണ്. അതുകൊണ്ട് log 2 minus 0 which is log 2 and therefore half into log 2. Next integral 0 to pi by 2 root of sin phi into cos raised to 5 phi into d phi. Root sin phi cos raised to 5 into phi into d phi. ഇവിടെ phi x എന്നുള്ള വേരിയബിളിലോടുത്ത് phi എന്നൊരു വേരിയബിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. Now ഇവിടെ sin phi ഡെറിവേറ്റീവ് ആണ് cos phi. But cos raised to 5 into 5 എന്നാണ്. cos raised to 5 phi ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതാം. റൂട്ട് സൈൻ 5 ഇൻറ്റു കോസ് റേസ് ടു 4 5 ഇൻറ്റു കോസ് 5 ഡി 5. കാരണം സൈൻ 5 ഡെറിവേറ്റീവ് ആണ് കോസ് 5. സോ ഒരു ഫംഗ്ഷൻ കോസ് 5 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. നൗ കോസ് റേസ് ടു 4 5 ഈസ് കോസ് സ്ക്വയർ 5 ഹോൾ സ്ക്വയർ ഇൻറ്റു കോസ് 5 ഡി 5. cos raised to 4 cos square whole square. സൈനിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഇവിടെ വീണ്ടും കോസ് സ്ക്വയറിനെ സൈൻ്റെ ടേംസിൽ എഴുതുമ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയറിന് എഴുതാം. സോ ഇൻറ്റഗ്രൽ 0 to pi by 2 root sin 5 1 minus sin square 5 is cos square 5 the whole square into cos 5 d 5 എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. put sin 5 is equal to u. sin phi u എന്ന വേരിയബിൾ ആക്കാം. ന്യൂ വേരിയബിൾ കൊണ്ടുവരുന്ന സ്ഥിതിക്ക് ഈ ലിമിറ്റ്സ് മാറ്റണം. phi എന്നുള്ളത് 0 to pi by 2 ആണ് വേരിയേഷൻ. u കറസ്പോണ്ടിംഗ്ലി എന്താണെന്ന് നോക്കാം. സോ വെൻ phi is 0 u is equal to sin 0 0. when phi is pi by 2 u is equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. when phi is equal to 0 when phi is equal to pi by 2 u എന്ന് പറയുന്നത് sin pi by 2 sin 90 1 ആണ്. സോ ദ വേരിയേഷൻ 0 to pi by 2 എന്നുള്ളത് 0 to 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്ഥിതിക്ക് ഡിഫറൻഷിയേറ്റിംഗ് cos 5 into d 5 equal to du. cos 5 is equal to du by d 5. ഏതാണ് വേരിയബിൾ ഓഫ് ഇൻറ്റഗ്രേഷൻ തന്നിരിക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ്. സോ cos 5 d 5 is equal to du. Now go back to the integral. Therefore this is equal to integral 0 to pi by 2 എന്നുള്ളത് 0 to 1 ആണ്. Now root sin 5. So root sin 5 is u. Remaining 1 minus sin 5 is u again. So u square the whole square into cos 5 d 5 എന്ന് പറയുന്നത് du ആണ്. So the function is in completely terms of u. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. That is integral 0 to 1 root u into 1 minus u square whole square എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാം, which is a minus b the whole square. So
a square minus 2ab plus b square the whole into du. A square plus b square minus 2 into ab. വീണ്ടും റൂട്ട് യു ഉണ്ട്. യു എന്ന് പറയുന്നത് റൂട്ട് യു എന്ന് പറയുന്നത് യു റേസ് ടു ഹാഫ് ആണ്. സോ ടേക്കിംഗ് ഇറ്റ് ഇൻസൈഡ് 0 to 1 u raised to half minus 2 into u square into u raised to half plus u raised to 4 into u raised to half into du. ഈ റൂട്ട് യു എന്ന് പറയുന്നത് യു റേസ് ടു ഹാഫ് ആണ്. ആൻഡ് റൂട്ട് യു ഇൻറ്റു 1 റൂട്ട് യു ഇൻറ്റു 2u സ്ക്വയർ റൂട്ട് യു ഇൻറ്റു യു റേസ് ടു 4 എന്നുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. നൗ ബേസ് സെയിം ആയതുകൊണ്ട് പവർ ആഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to 1 u raised to half as it is minus 2 into u raised to 2 plus 1 by 2. 2 plus 1 by 2 എന്ന് പറയുന്നത് 5 by 2 ആണ്. പ്ലസ് u raised to again ബേസ് സെയിം ആണ്. പവർ ആഡ് ചെയ്യുമ്പോൾ 4 plus half എന്ന് പറയുന്നത് 9 by 2 ആണ്. The whole into du. Now you can integrate term by term. Integrate ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കേണ്ടതാണ്. So integrating integral u raised to half minus integral 2 u raised to 5 by 2 plus integral u raised to 9 by 2 all within the limits 0 to 1. 0 to 1 എന്നുള്ള ലിമിറ്റാണ്. Now integrate term by term. u raised to half എന്ന് പറയുന്നത് u raised to half plus 1 3 by 2 by 3 by 2 minus 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കാം. വീണ്ടും u raised to 5 by 2 എന്ന് പറയുന്നത് u raised to 5 by 2 plus 1 which is 7 by 2 by 7 by 2 5 by 2 plus 1 which is 7 by 2 plus u raised to 9 by 2 plus 1 11 by 2 by 11 by 2. The whole within the limits 0 to 1 എന്ന് കൊടുക്കാവുന്നതാണ്. or term by term ചെയ്താലും മതി. Now reciprocal denominator എല്ലാം ഫ്രാക്ഷൻസ് ആണ്, അതുകൊണ്ട് reciprocal എടുക്കാം. So 2 by 3 u raised to 3 by 2 minus 2 to 4 by 7 u raised to 7 by 2 plus 2 by 11 u raised to 11 by 2. The whole within the limits 0 to 1. 0 to 1. Now ഇതെല്ലാം സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതി കഴിഞ്ഞു. Now for the variable u upper limit minus lower limit കൊടുക്കാം. So 2 by 3 1 raised to 3 by 2 minus 4 by 7 u raised 1 raised to 7 by 2 plus 2 by 11 1 raised to 11 by 2 upper limit minus lower limit is 0 കാരണം എല്ലാം multiple of u ആയതുകൊണ്ട് 0 raised to something anything 0 into 2 by 3 everything gives 0. So the second term is completely 0 and 1 raised to 3 by 2 1 1 raised to 7 by 2 is 1 1 raised to 11 by 2 is 1. So remaining is 2 by 3 minus 4 by 7 plus 2 by 11 simplify ചെയ്ത് കിട്ടുന്നതാണ് നമുക്ക് യൂണിക് വാല്യൂ. Let us see. 2 into 7 into 11 minus 4 into 3 into 11 plus 2 into 3 into 7 whole divided by 3 into 7 into 11. 2 7 14 14 into 11. 154 minus 4 3 12 12 into 11 132 plus 42 by 3 into 7 into 11 or 21 into 11 which is 231. This simplify ചെയ്യുമ്പോൾ 154 minus 132 22 22 plus 42
64. So it is 64 by 231 is the unique value. LCM എടുത്ത് simplify ചെയ്യുമ്പോൾ 64 by 231 is the unique value. Next problem, integral 0 to 1 sin inverse 2x by 1 plus x square into dx. Integral 0 to 1 sin inverse 2x by 1 plus x square into dx. Sin inverse of a function. ഇവിടെ അറിയാം നമുക്ക് സൈൻ്റെ ഫോർമുലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സിന് ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. സോ തീറ്റ ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ്. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ വെൻ എക്സ് ഈസ് 0, എക്സ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് വരുമ്പോൾ തീറ്റയാണ് അവിടെ വേരിയബിൾ ഓഫ് ന്യൂ വേരിയബിൾ വരുന്നത്. അതുകൊണ്ട് തീറ്റയുടെ വേരിയേഷൻ നോക്കാം. സോ വെൻ എക്സ് ഈസ് 0, തീറ്റ ഈസ് tan inverse 0, which is 0. When x is 1, theta is tan inverse 1, which is pi by 4. Tan inverse 1 എന്ന് പറയുന്നത് pi by 4 ആണ്. Tan inverse 0 is 0. Now വീണ്ടും എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. tan തീറ്റ ഡെറിവേറ്റീവ് sec square theta into d theta is equal to sec square theta. Put x is equal to tan theta. So tan theta derivative sec square theta is equal to dx by d theta. Cross multiplying with respect to theta differentiate ചെയ്യണം. കാരണം x എന്ന് പറയുന്നത് തീറ്റയുടെ ഫംഗ്ഷൻ ആണ്. So dx by d theta is equal to sec square theta. dx by d theta is equal to sec square theta or dx is equal to sec square theta d theta എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇൻറ്റഗ്രൽ 0 to 1 എന്നുള്ളത് 0 to pi by 4 ആണ്. ന്യൂ ലിമിറ്റ്സ്. സൈൻ ഇൻവേഴ്സ് നൗ 2 tan theta by 1 plus tan square theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കറിയാതെ സൈൻ 2 തീറ്റയുടെ ഫോർമുലയാണ്. sin 2 theta into dx എന്ന് പറയുന്നത് sec square theta d theta ആണ്. By substitution and after differentiating. Now sin inverse of sin 2 theta എന്ന് പറയുന്നത് 2 theta sec square theta d theta within the limits 0 to pi by 4. 2 constant പുറത്തേക്ക് എടുക്കാം. റിമൈനിങ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് തീറ്റ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ എക്സ് ഇൻറ്റു സീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്ന പോലെ ഇവിടെ വേരിയബിൾ തീറ്റ. സോ തീറ്റ ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ എന്ന് വരുന്നാൽ എക്സിൻ്റെ പവർ ആയിട്ട് വരുന്നത്. സോ തീറ്റ റേസ് ടു 1. സോ തീറ്റ ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ, സീക് സ്ക്വയർ ഈസ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇൻറ്റഗ്രേറ്റ് ബൈ പാർട്സ് ആൻഡ് ദെൻ അപ്ലൈ ദ ലിമിറ്റ്സ്. ദാറ്റ് ഈസ് 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്കുള്ളത്. ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് minus integral of derivative of first function into integral of second. The whole within the limits 0 to pi by 4. Integration കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ. എങ്കിലും നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുത്തിട്ടുണ്ട്. സോ വിത്തിൻ ദ ലിമിറ്റ് 0 to pi by 4. ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. സോ കംപ്ലീറ്റിംഗ് ദാറ്റ് ഇൻറ്റഗ്രൽ ടു ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ടാൻ തീറ്റയാണ്. Integral tan x derivative on sec square x. So we have theta into tan theta minus integral of 1 into tan theta into d theta within the limit 0 to pi by 4. So 2 into theta tan theta minus integral tan theta എന്ന് പറയുന്നത് log sec theta ആണ്. Log sec theta within the limit 0 to pi by 4. Now integration is complete. Now we can apply for the limits. So 2 into pi by 4 tan pi by 4 minus log sec pi by 4 എന്നുള്ളത് upper limit minus lower limit എന്ന് പറയുന്നത്
0 into tan 0 minus log sec 0. Close the brick bracket. Now 2 into pi by 4 into tan pi by 4 എന്ന് പറയുന്നത് 1 ആണ് minus log sec pi by 4. Sec reciprocal of cos ആണ്. Cos pi by 4 1 by root 2. So sec pi by 4 will be root 2 minus 0 into tan 0, 0 anyway, minus of 0 minus sec 0, 1 ആണ്. Cos 0, 1, sec 0 also is 1. So log 1 എന്ന് വരും. Log sec 0 is 1. Close the bracket. Simplify ചെയ്യാം. Which is 2 into pi by 4 minus log root 2. 2 into pi by 4 minus log root 2. Log 1 value 0 ആണ്. ആയതുകൊണ്ട് 0 minus 0, 0 minus of 0, anyway it is 0. So remaining 2 into pi by 4 minus log root 2 or 2, take it inside the bracket, we get 2 into pi by 4 minus 2 log root 2 or it is pi by 2 minus 2 log root 2 എന്നുള്ളത് log root 2 square എന്ന് എഴുതാം. log a raised to b, b log a എന്നുള്ള ഫോർമുല. Now root 2 square എന്ന് പറയുന്നത് 2 ആണ്. So we have pi by 2 minus log 2 is the required numerical value. Integral 0 to pi by 2 sin x by 1 plus cos square x എന്നിങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അറിയാവുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടുക. സോ put consider sin x by 1 plus cos square x into dx. In this cos x derivative on sin x, so put cos x as u minus sin x into dx is equal to du. Therefore substituting integral sin x dx or again differentiation കഴിഞ്ഞാൽ ലിമിറ്റ് മാറ്റണം. So when x is equal to 0, u is equal to cos 0 which is 1. Similarly when x is pi by 2, u is equal to cos 90 which is 0. So variation 0 to pi by 2 എന്നുള്ളത് 1 to 0 ആണ്. So the given integral is, therefore the given integrand changes to 0 to pi by 2 as 1 to 0 and sin x dx എന്ന് പറയുന്നത് minus du ആണ് by 1 plus cos square x. 1 plus cos square x, 1 plus cos x is u. So 1 plus u square. Now you can integrate with respect to u. Negative constant പുറത്തേക്ക് എടുക്കാം. 1 by 1 plus u square or 1 by 1 plus x square എന്ന് പറയുന്നത് tan inverse x ആണ്. So here it is tan inverse u within the limits 1 to 0. ഇനി u എന്ന വേരിയബിളിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. So minus of tan inverse 0 minus tan inverse 1 which is minus of 0 minus pi by 4 and hence the answer is pi by 4. Unique value എന്ന് പറയുന്നത് pi by 4 ആണ്. Similarly next problem, integral minus 1 to 1 dx by x square plus 2x plus 5 into dx. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇൻറ്റഗ്രൽ ഇൻഡെഫിനിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ 1 ബൈ ക്വാഡ്രാറ്റിക് ഫോം ആണ്. 1 ബൈ ക്വാഡ്രാറ്റിക് വന്നാൽ നമുക്കറിയാം മേക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ യൂണിറ്റി, ആഡ് ആൻഡ് സബ്ട്രാക്ട് ഹാഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് ഇൻറ്റഗ്രൽ മൈനസ് 1 to 1 dx by x square plus 2x, ഓൾറെഡി എക്സ് സ്ക്വയർ കോഎഫിഷ്യന്റ് യൂണിറ്റി ആണ്. x in the coefficient 2, its half 1, its square 1, add and subtract. 2 by 2 1, 1 in the square 1, add idu subtract idu. Group the first 3. So minus 1 to 1 in dx by x plus 1 the whole square, 5 minus 1 is 4. So it is integral minus 1 to 1 dx by x plus 1 the whole square plus 2 square.
Now this is in the standard form 1 by x square plus a square. ഇവിടെ x plus 1-നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അത് ഇല്ലാതെ തന്നെ നമുക്ക് ലീനിയർ ഫോം ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പോലെ നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാവുന്നതാണ്. 1 by x square plus a square എന്നുള്ളത് 1 by a tan inverse x by a. സോ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് 1 by a 2. 4 is 2 square. അപ്പോൾ a is 2. 1 by a tan inverse x by a is the result. X in the സ്ഥാനത്ത് x plus 1 by a 2. The integral കിട്ടി കഴിഞ്ഞു. Now within the limits -1 to 1. ഇവിടെ substitution ഒന്നും ചെയ്യാത്ത കാരണം directly -1 to 1 limit കൊടുക്കുകയാണ്. Now give upper limit minus lower limit. So it is half into tan inverse 1 plus 1 by 2 minus half into tan inverse minus 1 plus 1 by 2. Now, tan inverse 1 plus 1 2 ആണ്, 2 by 2 1. Tan inverse 1 pi by 4 ആണ്. ഇവിടെ minus 1 plus 1 0. Tan inverse 0 is 0. 0 into 1 by 2. So second term is 0. So result is half into pi by 4 or it is pi by 8 is the required numerical value. Similar problem, integral 1 to 2 1 by x minus 1 by 2x square whole into e raised to 2x into dx. 1 by x minus 1 by 2x square in whole into e raised to 2x dx. Now first we can open the bracket. 1 by x into e raised to 2x minus 1 by 2x square into e raised to 2x in whole into dx. Term by term integrate കൊടുക്കാം. So integral 1 to 2 1 by x e raised to 2x dx minus integral 1 to 2 1 by 2x square e raised to 2x into dx. Now ഈ രണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. Now first integral consider ചെയ്താൽ product of functions ആണ്. 1 by x ഒരു ഫംഗ്ഷനും e raised to 2x ഒരു ഫംഗ്ഷനുമാണ്. അങ്ങനെ വരുമ്പോൾ 1 by x-നെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും e raised to 2x സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി എടുത്തിട്ട് ഇൻറ്റഗ്രേറ്റ് ബൈ പാർട്സ്. ആൻഡ് റിമെമ്പർ ദ ലാസ്റ്റ് ഇൻറ്റഗ്രൽ സെക്കൻഡ് ഇൻറ്റഗ്രൽ അങ്ങനെ തന്നെ വെക്കുകയാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ, e raised to 2x is സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ into integral of second minus integral of derivative of 1 by x into integral of e raised to 2x minus second integral as it is. Second integral അങ്ങനെ തന്നെ എഴുതി വെക്കുകയാണ്. Now simplify the first term. 1 by x into e raised to 2x by 2. e raised to 2x in the integral. Minus integral of derivative of 1 by x is minus 1 by x square into e raised to 2x is e raised to 2x by 2 into dx minus 1 by 2x square into e raised to 2x into dx. Now this is e raised to 2x by 2x minus of minus plus integral 1 by 2x square into e raised to 2x dx minus integral 1 by 2x square into e raised to 2x dx എന്ന് വരും. e raised to 2x by 2x plus minus of minus is plus and ഈ ടേം എന്ന് പറയുന്നത് 1 by 2x square e raised to 2x. ഇതവിടെ ലാസ്റ്റ് ടേം നമ്മൾ ആസ് ഇറ്റ് ഈസ് വെച്ചിട്ടുള്ളത്. നൗ കൺസിഡർ ദ ലാസ്റ്റ് ടു ടേംസ്. നമുക്കറിയാം 1 is positive and negative with the same term. അതായത് 1 by 2x square e raised to 2x, 1 by 2x square e raised to 2x. One is positive, the other is negative. So these terms get cancelled. Cancel ആയി പോയിട്ട് നമുക്ക് കിട്ടുന്നതാണ് e raised to 2x by 2x. ഇവിടെ വിത്തിൻ ലിമിറ്റ്സ് ഉണ്ട്. ലിമിറ്റ് എന്ന് പറയുന്നത് 1 to 2 ആണ്. സോ വിത്തിൻ ദ ലിമിറ്റ് 1 to 2 ഇത് ഇൻറ്റഗ്രൽ ആണ് സോ ഫാർ കണ്ടിട്ടുള്ളത്. സോ 1 to 2 എന്ന് പറയുമ്പോൾ e raised to 2 into 2 by 2 into 2 minus e raised to 2 into 1 by 2. വാല്യൂ കാണാം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ദിസ് ഈസ് e raised to 4 by 4 minus e square by 2.
e raised to 4 by 4 minus e square by 2 is the required answer. ഇവിടെ 1 by 2 or e by 2, e square by 2 common ആണ്, പുറത്തേക്ക് എടുത്ത് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. Integral 0 to 2 x root x plus 2 dx എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് put x plus 2 as say u square. u square ആണ് x plus 2 കാരണം ഇവിടെ റൂട്ടുള്ളതുകൊണ്ട്. സോ വാട്ട് വിൽ ബി റൂട്ട് x plus 2 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് u square which is u എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് കൊണ്ട് ലിമിറ്റ് വേരിയേഷൻ നോക്കണം. സോ വെൻ x is 0 u square is equal to x plus 2 ആണ് u square. u square is x plus 2, 0 plus 2 is u, which implies u is equal to root 2. Similarly, x is equal to 2 ആവുമ്പോൾ u square is equal to 2 plus 2 which is 4. So, u is equal to root 4 which is equal to 2. Therefore, തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ 0 to 2 എന്നുള്ളത് root 2 to 2 ആണ്. So, root 2 to 2 and x എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷന് u square minus 2 ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ x plus 2 equal to u square ആണ്. സോ x എന്നുള്ളത് u square minus 2. ആൻഡ് വാട്ട് ഈസ് റൂട്ട് x plus 2 എന്നുള്ളത് u ആണ്. ആൻഡ് ഡിഫറൻഷിയേറ്റിംഗ് ഇവിടെ dxന് ടേം കാണണം. സോ ഡിഫറൻഷിയേറ്റിംഗ് വൺസ് അഗെയിൻ dx 1 equal to 2u into du by dx or dx is equal to 2u du. So 2u du എന്ന് വരും. ഡിഫറൻഷിയേറ്റിംഗ് 1 plus 0 equal to 2u into du by dx. dx cross multiply ചെയ്താൽ 2u du. So x എന്ന് പറയുന്നത് u square minus 2 and root x plus 2 എന്ന് പറയുന്നത് u ആണ്. ആൻഡ് dx എന്ന് പറയുന്നത് 2u du ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യാം. സോ റൂട്ട് 2 റേസ് ടു 2 ഇൻറ്റു 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കാം. u ഇൻറ്റു u സ്ക്വയർ ആണ്. u സ്ക്വയർ മൈനസ് 2 ഇൻറ്റു u സ്ക്വയർ എന്ന് വരും. വിച്ച് ഈസ് അഗെയിൻ ട്വൈസ് ഇൻറ്റഗ്രൽ റൂട്ട് 2 ടു 2 u റേസ് ടു 4 മൈനസ് 2u സ്ക്വയർ ഇൻറ്റു du. u raised to 4 minus 2u square into du. Open the bracket ചെയ്തിട്ടാണ്. Now integrate ചെയ്യുമ്പോൾ 2 into bracket u raised to 5 by 5 minus 2u cube by 3 within the limits root 2 to 2 എന്ന് വരും. Integrate ചെയ്തിട്ട് now give upper limit minus lower limit and find its value. So 2 into bracket 2 ആണ് upper limit. 2 raised to 5 by 5 minus 2 into 5 raised to 3. 2 raised to 3 by 3. 2 raised to 3 by 3 എന്ന് വരും. Upper limit is 2. So 2 into 2 raised to 3 by 3 minus the lower limit. 2 is applicable to both the terms. root 2 ആണ് upper limit. Lower limit. So root 2 raised to 5 by 5 minus 2 into root 2 raised to 3 by 3. Close the bracket. Close the big bracket. Root 2 raised to 5 by 5 minus 2 root 2 raised to 3 by 3. Simplify ചെയ്ത് നോക്കാം. So 2 into 2 raised to 5. 32 by 5 minus 2 cube 8, 8 into 2 16 by 3 minus bracket root 2 raised to 5. Root 2 into root 2 2 ആണ്. Again root 2 into root 2 2 which is 4. 4 root 2 എന്ന് വരും. 4 root 2 by 5 minus root 2 cube എന്ന് പറയുന്നത് 2 root 2 which is again 4 root 2 by 3. 2 root 2 into 2 which is 4 root 2 by 3. Opening this minus taking inside 2 into 32 by 5 minus 16 by 3 minus 4 root 2 by 5 plus 4 root 2 by 3. Close the bracket. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. So 2 into now
taking the first two terms, taking LCM, 96 minus 80 by 15 minus 3, 4, 12 root 2 plus 20 root 2 by 15. 2 into 96 minus 80 is 6, 16 by 15 minus 12 root 2 plus 20 root 2. Like terms are 20 root 2 minus 12 root 2, 8 root 2 plus 8 root 2 by 15, or taking 2 inside the bracket, 32 by 15 plus 16 root 2 by 15 is the required numerical value. 32 by 15 plus 16 root 2 by 15. 2 bracket no 16 to 32, 2, 8, 16 root 2 by 15, or denominator same ആയതുകൊണ്ട് 32 plus 16 root 2 whole divided by 15 എന്ന് എഴുതാവുന്നതാണ്.